Hello all. Welcome to the 14th session of International Business. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശേഷം ഇനി പറയേണ്ടത് ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ തന്നെ പ്രാധാന്യപൂർവ്വം പഠിക്കേണ്ടത് IMF-നെ കുറിച്ചാണ്. പക്ഷെ IMF-നെ കുറിച്ചുള്ള മെക്കാനിസം നമുക്ക് മനസ്സിലാവാൻ വി നീഡ് സം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് IMF-ന്റെ റോൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ ആദ്യം നമുക്ക് കറൻസി എക്സ്ചേഞ്ച് എന്നുള്ളത് എന്തെന്ന് അറിയണം. എന്താണ് ഈ കറൻസി എക്സ്ചേഞ്ച് എന്നുള്ളതും ഇന്റർനാഷണൽ ബിസിനസിന്റെ ആവശ്യാർത്ഥം എങ്ങനെയാണ് കറൻസി എക്സ്ചേഞ്ച് നടക്കുന്നത്, അതിനേതെല്ലാം സിസ്റ്റം ലോകത്ത് നിലവിലുണ്ട് എന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ IMF ഇതിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന്റെ മുന്നോടിയായിട്ട് കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ IMF-ലേക്ക് കടക്കും. അത് എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് നോക്കാം. ലോകത്ത് നടക്കുന്ന ഫോറിൻ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി യൂഷ്വലി ഹാർഡ് കറൻസികളാണ്. ഹാർഡ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസിയിലെ വാല്യൂല് ഏറ്റക്കുറച്ചില് ഫ്ലക്ച്വേഷൻസ് വളരെ കുറഞ്ഞിട്ടുള്ള കറൻസികളാണ്. എപ്പോഴും അവരുടെ സ്വന്തം വാല്യൂ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യുന്ന കറൻസികളാണ് നമ്മൾ ഹാർഡ് കറൻസികൾ എന്ന് വിളിക്കുക. അതുപോലെ സോഫ്റ്റ് കറൻസികളുണ്ട്. സോഫ്റ്റ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറൻസികളാണ്. ഹാർഡ് കറൻസികളായിട്ട് നമ്മൾ ഡോളറും അതുപോലെ ഇപ്പോൾ ചൈനീസ് യുവാൻ, അതോടെ റെൻമിൻബി എന്ന് വിളിക്കുന്ന, അതല്ലെങ്കിൽ പൗണ്ട്, യൂറോ മുതലായ കറൻസികളൊക്കെയാണ് ഹാർഡ് കറൻസികളൊക്കെ ആയിട്ട് പരിഗണിക്കുന്നത്. അവയെക്കുറിച്ച് നമുക്ക് SDR-ഉം SDR-ന്റെ മെക്കാനിസത്തെ കുറിച്ച് IMF പറയുന്ന സമയത്ത് ഞാൻ പറയാം. ഏതായാലും ഇങ്ങനെയുള്ള ഒരു കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ പക്ഷെ ഓരോ കൺട്രിക്കും അവരുടെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്ന കറൻസി ഒരു ഡൊമസ്റ്റിക് കറൻസി ആയിരിക്കും. ഇന്റർനാഷണൽ ട്രേഡിന് പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഈ ഒരു സമയത്ത് അവരുടെ കറൻസി അവർക്ക് ആദ്യം ഇത്തരത്തിലുള്ള ഒന്നുകിൽ അവരുടെ കറൻസി അത്തരത്തിലുള്ള വിദേശ കറൻസികൾ ഹാർഡ് കറൻസി അവരുടെ കയ്യിൽ റിസർവേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവർക്ക് അതിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അത്തരത്തിലുള്ള കറൻസി ലഭ്യമാക്കാനുള്ള അവസരം കിട്ടുകയും വേണം. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ലോകത്ത് അത്യാവശ്യമാണ്. അത് ഓരോ രാജ്യങ്ങൾക്കകത്തും അതിനുള്ള ഒരു എക്സ്ചേഞ്ചിന്റെ ഒരു കറൻസി മറ്റൊരു കറൻസി ആയിട്ട് മാറ്റുന്നതിനുള്ള മാർക്കറ്റ് അവൈലബിൾ ആക്കുകയാണെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ ട്രേഡിംഗ് നടക്കാൻ പറ്റുള്ളൂ. കൂടാതെ എക്സ്ചേഞ്ച് റേറ്റ് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മറ്റൊരു രാജ്യം അംഗീകരിച്ചിരിക്കണം. ഒരു രാജ്യത്തിന് അവർക്ക് ഇഷ്ടമുള്ള വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു രാജ്യം അത് അംഗീകരിച്ചോളണമെന്നില്ല. അങ്ങനെയാകുന്ന സമയത്ത് ട്രേഡിംഗ് എക്സ്ചേഞ്ചിങ് പോസിബിൾ ആവില്ല, ട്രേഡിംഗിന് എഫക്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ദർ ഈസ് എൻ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ ആവശ്യകതയുണ്ട്. അതുപ്രകാരം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ, കസ്റ്റംസ്, ഇൻസ്ട്രുമെന്റ്സുകൾ, ഫെസിലിറ്റീസുകൾ എന്തെല്ലാം എന്നുള്ളതെല്ലാം വിശദമായിട്ട് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. അത്തരം ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്റർനാഷണൽ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും IMF വഴി തന്നെയാണ്. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ IMF വഴിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ മുന്നേ അതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വന്നതെന്നുള്ളതും അത് പ്രകാരം എങ്ങനെയാണ് കറൻസി എക്സ്ചേഞ്ചുകൾ സാധ്യമാവുന്നത് എന്നൊക്കെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. An exchange rate system or currency system establishes the way in which the exchange rate is fixed. എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നതിന്റെ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓരോ കറൻസിയുടെയും എക്സ്ചേഞ്ച് വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലൂടെയാണ്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് എ ഡൊമസ്റ്റിക് കറൻസി വിത്ത് റെസ്പെക്ട് ടു അതർ കറൻസീസ്. മറ്റു വിദേശ കറൻസികളുമായിട്ടുള്ള വിനിമയ നിരക്കിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ എക്സ്ചേഞ്ച് വാല്യൂ പ്രകാരം നമുക്ക് കറൻസി എക്സ്ചേഞ്ച് നടത്താൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ആണ് ഫോറിൻ മാർക്കറ്റ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഫോറെക്സ് എന്ന് വിളിക്കുന്ന മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് bought and sold in foreign exchange market. It includes buyers, sellers and intermediaries. അത് നേരിട്ട് തന്നെ നടത്താവുന്നതാണ്. അതുപോലെ സെല്ലേഴ്സ് വരും. ഈ വിദേശ കറൻസികളുടെ ആവശ്യമുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ വിദേശത്ത് നിന്ന് നമ്മൾക്ക് വസ്തുക്കൾ വാങ്ങിക്കണം എന്ന് വെക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എന്ത് കൊടുക്കേണ്ട, ഒരു ഡോളറിൽ വിദേശ കറൻസികൾ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ കറൻസി ഇന്ത്യൻ കറൻസി കൊണ്ടുപോകണം, ശേഷം അത് എന്തിലേക്ക് മാറ്റണം, വിദേശ കറൻസിയിലേക്ക് മാറ്റണം. അതുപോലെ സെല്ലേഴ്സിനുണ്ടാവും, അവർക്ക് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ നമ്മൾ സാധനങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വിൽപ്പന നടത്തുന്നു, ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുകയാണ്. അവരുടെ കാശ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയം പിന്നീട് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ സെല്ലേഴ്സ് കൊണ്ടുവരുന്ന കാശ്
ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കൺവേർഷൻസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൺവേർഷൻസ് ഒക്കെ ഫോറിൻ എക്സ്ചേഞ്ചുകളിൽ സാധ്യമാണ്. കൂടാതെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുമാണ്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺലി മിയർലി ഇങ്ങനെയുള്ള ബയേഴ്സ് സെല്ലേഴ്സ് മാത്രം ഒന്നുമല്ല, പകരം ഇപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കറൻസിയിൽ നിക്ഷേപം നടത്തുന്ന ആളുകളുമുണ്ട്. അത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റ് നമുക്ക് വേറെ എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെക്കുലേഷൻസും വേറെയും പറയാനുണ്ട്. ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം. ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്ത്യയുടെ കറൻസി ₹70 റുപ്പിയാണ് നൽകുകയാണെങ്കിൽ നമുക്ക് $1 മൂല്യം ഉണ്ടാവാം. $1 ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് 70 രൂപ, ഒരു ആവറേജ് വാല്യൂ പറയുകയാണെങ്കിൽ 70 രൂപയായിട്ട് ഇന്ത്യൻ റുപ്പിയായിട്ട് കറൻസി മാറ്റാൻ പറ്റും. അതുപോലെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് 70 രൂപ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ $1 നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ഡോളറുമായിട്ട് തട്ടിച്ചിട്ടുള്ള നമ്മുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റിൽ വരുന്നത് മാർക്കറ്റ് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് പ്രിവെയിൽ ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇന്ത്യൻ കറൻസിക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടും. കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ 70യിൽ നിന്നും 65 ആയിട്ടും 60 ആയിട്ടൊക്കെ വർദ്ധിക്കും. വർധനവാണ് കേട്ടോ, കുറയാന്ന് പലവരും തെറ്റിദ്ധരിക്കാറുണ്ട്. 70യിൽ നിന്നും 65 ആവുകയാണെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കൂടുകയാണെന്നാണ് അർത്ഥം. അതുപോലെ വാല്യൂ കുറയുക ഓർ ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 70യിൽ നിന്നും 75 ആയിട്ടും 85 ആയിട്ടൊക്കെ ഇന്ത്യൻ കറൻസിയുടെ സപ്ലൈ ആണ് മാർക്കറ്റിലേക്ക് വർദ്ധിക്കുന്നതെങ്കിൽ നമ്മളുടെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. The exchange rate between US dollar and Indian rupee can be determined by demand and supply of US dollar in India or by Indians. ഇന്ത്യക്കകത്ത് US ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ഓർ ഇന്ത്യ ഓർ ബൈ ഇന്ത്യൻസ് ഓർ ഇന്ത്യക്കാര്, അതായത് റുപ്പി കൈവശമുള്ള ആളുകൾ അത് കൂടുതലായിട്ട് US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ US ഡോളറിനാണ് ഡിമാൻഡ് കൂടുതലാവുന്നത്. അതിന്റെ മറുതലം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ ആണ് കൊണ്ടുവരുന്നത്. അവിടെ സപ്ലൈ, നമ്മൾ കയ്യിലുള്ള കാശ് റുപ്പീസ് കൊടുക്കുന്നു, ഡോളറിലേക്ക് മാറ്റുന്നു. ദാറ്റ് മീൻസ് റുപ്പിയുടെ സപ്ലൈ ആണ് കൂടുന്നത്. റുപ്പിയുടെ സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ റുപ്പിയുടെ വാല്യൂ കുറയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ രണ്ട് ആസ്പെക്റ്റിലും നമുക്കിത് ചിന്തിക്കാവുന്നതാണ്. ഡിമാൻഡ് ഓഫ് US ഡോളർ ബൈ ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയിൽ നിന്നും US ഡോളറിലേക്കുള്ള മാറ്റം കൂടുതലാണെങ്കിൽ ഈ US ഡോളറിലേക്ക് ഇന്ത്യൻ റുപ്പിയിൽ നിന്നുള്ള മാറ്റം കൂടുതലാണെങ്കിൽ കൂടുതൽ സപ്ലൈ മാർക്കറ്റിൽ ഉണ്ടാവും, വാല്യൂ കുറയുകയും ചെയ്യും. അതുപോലെ കൂടുതൽ ഡോളർ കൈവശമുള്ള ആളുകൾ അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൂടുതലായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ റുപ്പിയുടെ വാല്യൂ വർദ്ധിക്കും, കാരണം റുപ്പിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു കറൻസിയുടെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇത് പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിട്ട് മനസ്സിലാക്കേണ്ട. രണ്ടിന്റെയും ഒരു കാര്യത്തിന്റെ രണ്ട് തലങ്ങളാണ് എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്, ഡിമാൻഡും സപ്ലൈയും. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് ആണ് ഇന്ന് യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റിനെ എന്താണ് പിന്നെ ഈ ഡിമാൻഡിനും സപ്ലൈക്കും കാരണമായിട്ട് തീരുന്നത്? എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ആളുകൾ സ്വന്തം കറൻസി തന്നെ കയ്യിൽ വെച്ച് അങ്ങോട്ട് ഇരുന്നാൽ മതിയല്ലോ, അവർക്ക് ആവശ്യമുള്ളത് ആ കറൻസി തന്നെയാണല്ലോ. പക്ഷെ അത് മാത്രമല്ല, മറ്റു പല രീതിയിൽ ആളുകൾക്ക് മറ്റു പല കറൻസികളിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ വി ഹാവ് ടു ലുക്ക് എന്തൊക്കെയാണ് ഇതിനെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു കറൻസി എക്സ്ചേഞ്ചിലേക്ക് ആളുകളെ നയിക്കുന്നത് എന്നറിയണം. അതിന് എങ്ങനെയാണ് നമുക്കൊരു ഫോറിൻ ഡിമാൻഡ് വരുന്നത് നോക്കാം കറൻസിക്ക്. ഇപ്പോൾ വിദേശ കറൻസി ആയിട്ടുള്ള ഡോളർ നമ്മൾ ഏറ്റവും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, ഇന്ത്യൻ റുപ്പി കൈവശം വെക്കുന്ന ആളുകൾ കൂടുതലായിട്ടൊരു ഫോറിൻ കറൻസി ആയിട്ടുള്ള ഡോളറിലേക്ക് ആളുകൾ കൺവേർഷൻ നടത്തുകയാണ്. അതിനുള്ള കാരണങ്ങൾ ഒന്ന് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗുഡ്സ് ആൻഡ് സർവീസസുകൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊന്നും നോക്കിയാൽ തന്നെ നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും വസ്തുക്കൾ ഇന്ത്യൻ നിർമ്മിതമല്ല, വിദേശ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളാണ്. ആ വിദേശ നിർമ്മിത വസ്തുക്കൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാശ് ഡോളറാണ്. അതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള റുപ്പി ഇവിടെ എന്ത് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എത്തുന്നു, അത് കൊടുക്കുന്നു, ശേഷം ഡോളറിനെ ഡിമാൻഡ് ചെയ്യുന്നു.
അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ കറൻസിയുടെ സപ്ലൈ വർദ്ധിക്കുന്നു, ഡിമാൻഡ് ഓഫ് ഡോളർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ്, മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ നിക്ഷേപിക്കുകയാണെന്ന് വെക്കുക. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ റിലയൻസോ അംബാനിയോ അദാനിയോ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റോ ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന റുപ്പി അവർ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന കാശ് റുപ്പിയാണ്. ശേഷം അവിടേക്ക് അത് എത്തുമ്പോഴേക്ക് എന്തായി മാറ്റണം, ഡോളർ ആക്കിയിട്ട് മാറ്റും. പോകുന്ന വഴിക്ക് അത് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് ഡോളറിലേക്കാണ് അവിടെയുള്ള വിദേശ നിക്ഷേപങ്ങൾ നടത്തുന്നത്. അവിടെയും ഡിമാൻഡ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് വരുന്നത്. അതുപോലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓർ പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് ഇൻ ഫോറിൻ ഗവൺമെന്റ് ട്രാൻസാക്ഷൻസ്, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമുള്ള പലതരത്തിലുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാകും. കുറെ അധികം വസ്തുക്കൾ നമ്മൾ ഇറക്കുമതി ചെയ്യാനും കുറെ കയറ്റുമതി ചെയ്യാനും ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുറെ അധികം ട്രാൻസാക്ഷൻസ് ഗവൺമെന്റ് തലത്തിൽ തന്നെ നടക്കാറുണ്ട്. അതിന്റെ സെറ്റിൽമെന്റ് പലപ്പോഴും നമുക്ക് കൂടുതൽ പേയ്മെന്റ് എക്സ്റ്റേണൽ പേയ്മെന്റുകൾ അങ്ങോട്ട് നടത്താറുണ്ടെങ്കിൽ ആ പേയ്മെന്റുകൾ നമ്മൾ ഡോളറിലായിരിക്കും നടത്തേണ്ടതായിട്ട് വരിക. അപ്പോൾ അത്തരത്തിലുള്ള പേയ്മെന്റുകൾ നമുക്ക് പുറത്തേക്ക് ഉണ്ടാവും. അവ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ എനി അതർ ഔട്ട്ഫ്ലോ, ഇപ്പോൾ ഡൊണേഷൻസ് കൊടുക്കുക, വേറെ രാജ്യത്ത് നമ്മൾ ഡൊണേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തേക്ക് നമ്മൾ ഡോളർ വഴിയായിരിക്കും ഡൊണേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ഡിമാൻഡ് ഒക്കെ ഉണ്ടാവും. ഇതേപോലെ തന്നെ സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി, ഇന്ത്യക്കകത്ത് നമുക്ക് എങ്ങനെ ഡോളറിന്റെ വിദേശ കറൻസികളുടെ സപ്ലൈ വർദ്ധിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞതിന്റെയൊക്കെ നേരെ തിരിച്ചു സിറ്റുവേഷൻസ് ഏതായിരിക്കും, എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക. ഒന്ന്, ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ഇന്ത്യക്കകത്ത് ഉൽപാദനം നടത്തുകയും ആ വസ്തുക്കൾ നമ്മൾ പുറത്തു കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഡോളറോ പോലെയുള്ള ഇന്റർനാഷണൽ കറൻസികളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരാം. ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ ഡോളർ റിസർവ് ലഭിക്കുന്നു. ഫോറിൻ നമ്മുടെ മാർക്കറ്റിൽ നിന്നും ഈ ഇന്ത്യൻ റുപ്പി പിൻവലിക്കപ്പെടുന്നു. ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ കുറയാണ് ചെയ്യുന്നത്. ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്നത് എന്താണ്, ഡോളറാണ്. ആ ഡോളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്ത്യൻ കറൻസിക്കായിരിക്കും അപ്പോൾ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ അതുവഴി ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നത് സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി നൽകുന്ന കാര്യമാണ്. അതുപോലെ ഫോറിൻ ഗവൺമെന്റുകൾ ഇന്ത്യൻ ഗവൺമെന്റിന് ഫൈനൽ സെറ്റിൽമെന്റ് ഇങ്ങോട്ട് തരാനുണ്ടാകും. നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ട്രാൻസാക്ഷൻസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്കാണ് നമുക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫൈനൽ സെറ്റിൽമെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റിന് വരുമാനം ഇൻവേർഡ് ആയിട്ട് അകത്തേക്ക് കിട്ടുവാണെന്ന് വെക്കാം. അത്തരം സെറ്റിൽമെന്റ് ഓഫ് ട്രാൻസാക്ഷനിൽ ബെനിഫിഷ്യറി ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പേയ്മെന്റുകൾ അത് എൻഡിൽ ഡോളർ ആയിരിക്കും ഉണ്ടാവുക. സോ അതും നമുക്ക് ഇതുപോലെ ഇൻഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി അതല്ലാതെ മറ്റുള്ള ഡൊണേഷൻസ് ഒക്കെ പോലെയുള്ള മറ്റെന്തെങ്കിലുമൊക്കെ അതർ ഇൻഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഫോറിൻ കറൻസിക്ക് സപ്ലൈ ലഭിക്കും. ഇങ്ങനെ ഫോറിൻ കറൻസിയുടെ സപ്ലൈ ഉണ്ട്, അതുപോലെ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് ഉണ്ട്. ഇതിന്റെ തന്നെ നേരെ മറുപുറമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇന്ത്യൻ കറൻസിയുടെ സപ്ലൈ ഉണ്ട്, ഇന്ത്യൻ കറൻസിയുടെ ഡിമാൻഡുമാണ്. ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സപ്ലൈ ഓഫ് ഇന്ത്യൻ കറൻസിയാണ്. അതുപോലെ സപ്ലൈ ഓഫ് ഫോറിൻ കറൻസിന്റെ അതിന്റെ മറുതലമാണ് ഡിമാൻഡ് ഓഫ് ഇന്ത്യൻ റുപ്പി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും കോൺസെപ്റ്റുകൾ ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഇത് രണ്ടും കൂടെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവില്ല. നമ്മൾ ഏത് മാർക്കറ്റിലും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന പോയിന്റ്, ഇക്വിലിബ്രിയം പോയിന്റ് അല്ല, ഇന്റർസെക്ഷൻ പോയിന്റ്. ആ ഇന്റർസെക്ഷൻ പോയിന്റിലായിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റിൽ നിലവിലുണ്ടാവുക. അങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റിൽ വരുന്നത്. ഓക്കെ, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കുന്നു. പറഞ്ഞ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സേഷൻ, എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന മെക്കാനിസമാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസിലൊക്കെ കണ്ട പോലെ തന്നെ മാർക്കറ്റിൽ ഉണ്ടാവുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവുകൾ. സപ്ലൈ ഓഫ് ഡോളർ ആണ് ഈ ഡോളറിന്റെയും അതുപോലെ അതിന്റെ ഡിമാൻഡും തമ്മിലുള്ള ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. രണ്ട് കർവുകൾ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. ഇന്റർസെക്ട് ചെയ്ത് പോകുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്വാണ്ടിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഡോളർ കിട്ടും. അതുപോലെ പ്രൈസിലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പ്രൈസും കിട്ടും. അങ്ങനെയാണ് ₹70 ഇപ്പോൾ പ്രൈസ്. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് 70 നോട്ട് ചെയ്ത് വെക്കുക. 70 പ്രൈസ് വരുന്നതെങ്കിൽ $1 ഈസ് ഈക്വൽ ടു 70 rupees ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഇതിൽ ചേഞ്ചസ് വരുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കുക. സപ്ലൈ ഓഫ് ഡോളർ കൂടുകയാണെങ്കിൽ ആ ഡോളറിന്റെ കർവ് താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രൈസ് എന്ത് ആയിരിക്കും, റുപ്പിയുടെ പ്രൈസ് വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുപോലെ
ഡിമാൻഡ് സപ്ലൈ വർദ്ധിക്കുകയാണ്, നോക്കുക ഹയർ ലെവലിലേക്ക് പോവാണ്, കൂടുതലായിട്ട് ഡോളറിന് ഡിമാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് മുകളിലേക്ക് പോകും, ഡിമാൻഡ് കർവ് കൂടുതൽ ന്യൂയർ ഹൈറ്റിലേക്ക് പോകും. അങ്ങനെയാകുന്ന സമയത്ത് ഇന്റർസെക്ഷൻ പോയിന്റ് ഇനിയും മുകളിലായിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റുപ്പിയുടെ വാല്യൂ കുറവായിരിക്കും. അപ്പൊ 70 എന്നുള്ളത് 75 ആയിട്ടും 80 ആയിട്ടൊക്കെ കുറയുകയും ചെയ്യും. ഇതാണ് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മെക്കാനിസം ആണെങ്കിൽ, ഫ്രീ ആയിട്ട് മാർക്കറ്റ് നമ്മളൊരു എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കാനുള്ള ആ ഒരു പ്രോസസ്സ് മാർക്കറ്റ് ആണ് നിർണ്ണയിക്കുന്നതെങ്കിൽ, മാർക്കറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സപ്ലൈയും ഡിമാൻഡുമാണ് നിർണ്ണയിക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഒരുവിധ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഫോളോ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു എന്നൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ എന്താണ് എങ്ങനെയാണ് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നതെന്നും ഇന്ത്യയിലൊക്കെ പ്രിവെയിൽ ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് കൂടെ പോവാണ്. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ആണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. പക്ഷെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലായിരുന്നു അതിന്റെ മുന്നേ ഉണ്ടായിരുന്നത്. അതിന്റെ മുന്നേ ഏറ്റവും ആദ്യം നിലവിലുണ്ടായിരുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അതുപോലെ അതിനെ വിളിച്ച മറ്റൊരു പേരാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓർ പാർ വാല്യൂ സിസ്റ്റം എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന ഇപ്പോൾ നമ്മളുടെ ലോകത്തൊക്കെ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളിലും എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്ന സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ട സിസ്റ്റം. ഫ്ലോട്ടിംഗ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അതെങ്ങനെയാണെന്നുള്ളത് പറയാം. അതുപോലെ പ്ലഗ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട്. മറ്റൊന്ന് അത്ര പ്രാധാന്യമല്ലാത്ത മറ്റൊന്നാണ് ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ് എന്നുള്ള ഒരു സിസ്റ്റവും നിലവിലുണ്ട്. അത് ലോകത്ത് വളരെ ചില ഏരിയകളിൽ മാത്രം നിലവിലുള്ള ഒരു സിസ്റ്റമായി ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ്. ഏതൊക്കെയാണ് ഈ സിസ്റ്റങ്ങൾ എന്നുള്ളത് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാം നമുക്ക്. ആദ്യത്തെ സിസ്റ്റത്തിലേക്ക് പോവാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓർ പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഓർ പാർ വാല്യൂ സിസ്റ്റം. IMF ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ലോകത്ത്. ഇവിടെ ഒരു കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് ആ രാജ്യത്തിന്റെ തന്നെ സെൻട്രൽ ബാങ്ക് ആണ്. ആ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്തിന്റെ കറൻസിക്ക് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കറൻസിയുമായിട്ട് എന്ത് ചെയ്യും, പെഗ് ചെയ്ത് വെക്കും, തുലനം ചെയ്ത് വെക്കും. ഒരു $1 ഈസ് ഈക്വൽ ടു 10 റുപ്പീസ് എന്നുള്ളത് നമ്മളെ ഗവൺമെന്റ് തീരുമാനിക്കുക. ഗവൺമെന്റിനും സെൻട്രൽ ബാങ്കാണ് തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് കൂടെയാണ് ഇതിന്റെ അധികാരം. ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് വഴിയാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. സെൻട്രൽ ബാങ്ക് വഴി, റിസർവ് ബാങ്ക് വഴിയൊക്കെ ആയിരിക്കും ഇന്ത്യയിൽ അത് ചെയ്യുന്നത്, ആ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ആ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വരുന്ന ഇപ്പോ ആ ഒരു സ്റ്റെബിലൈസ്ഡ് ആ ഒരു പെഗ്ഡ് വാല്യൂ സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? മാർക്കറ്റിൽ ചില സമയത്ത് നമ്മുടെ കറൻസിയുടെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ആ ഡിമാൻഡ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ കറൻസി നമ്മൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടി വരും, വാങ്ങിക്കേണ്ടി വരും. അതുപോലെ കറൻസിക്ക് കൂടുതലായിട്ട് സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനനുസരിച്ച് സപ്ലൈ മാർക്കറ്റിലേക്ക് ഇറക്കി കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യും? അതിന് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പെഗ്ഡ് വാല്യൂല് സ്ഥിരമായിട്ട് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്, എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ പേരിൽ ആ ഒരു ഫണ്ട് എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്കുകൾ നിലനിർത്തും. എന്നിട്ടും ആവശ്യമുള്ള സമയത്ത് കറൻസിയുടെ ഡിമാൻഡും അതുപോലെ പിൻവലിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യുക, കറൻസിനെ ബൈബാക്ക് ചെയ്യുന്ന പോലെ കറൻസിയെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് അതിനെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രോസസ് ഒക്കെ ചെയ്യാനായിട്ട് എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ആ പെഗ്ഡ് വാല്യൂല്, പാർ വാല്യൂല് സ്ഥിരമായിട്ട് തുലനം ചെയ്ത് നിർത്തുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പക്ഷെ ഇതിന് ഗവൺമെന്റിന്റെ കയ്യിൽ അത്യാവശ്യം നല്ല കാശ് വേണ്ടി വരും. കാരണം ഈ വാല്യൂ എപ്പോഴും അവർ തുലനം ചെയ്ത് നിർത്തണമെങ്കിൽ അത് ഹ്യൂജ് എമൗണ്ട് ഒരേ സമയം നമ്മൾ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഡോളറിനെ വേണമെങ്കിൽ ആ ഡോളർ മാർക്കറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഈ മാർക്കറ്റിലേക്ക് ഇറക്കി കൊടുക്കേണ്ടി വരും. അതായത് റുപ്പീനെ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്തിട്ട് പകരം ഡോളർ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഒരു ഹ്യൂജ് എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. അന്ന കാലത്ത് ഡോളർ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഫോറിൻ കറൻസികൾ, ആ കറൻസി ഗവൺമെന്റ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. The currency is tied or pegged with a value of another currency or another measure of value. മറ്റൊരു മെഷർ ഓഫ് വാല്യൂമായിട്ടോ, ആ മെഷർ ഓഫ് വാല്യൂസ് അന്ന് ആദ്യകാലത്തൊക്കെ ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൾഡിന്റെ വാല്യൂമായിട്ട് പെഗ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം. ഈ ഒരു സമയത്ത്
കുറെ എല്ലാ കാലത്തും ഒരേ വാല്യൂ തന്നെ നമുക്ക് ഇതിങ്ങനെ ഒരേപോലെ പെഗ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം അത്രയധികം എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ടുകൾ ഇതിന് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഈ വാല്യൂസിനെ കുറക്കേണ്ടി വരും. ഇപ്പോൾ $10 ഈസ് ഈക്വൽ ടു അല്ല 10 rupees ഈക്വൽ ടു $1 എന്നുള്ളൊരു പെഗിങ് വാല്യൂല് നമ്മൾ വെച്ച് വെക്കുക. അതല്ലെങ്കിൽ 1 ounce ഓഫ് ഗോൾഡ് ഈസ് ഈക്വൽ ടു 10 rupees എന്നൊക്കെയുള്ള ഒരു പെഗിങ് വാല്യൂല് വെക്കുകയാണ് നോക്കുക. പിന്നീട് നമ്മുടെ കൈവശം പിന്നെ ഇന്ത്യൻ റുപ്പി കൂടുതലായി ഡെപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്, വാല്യൂ കുറയുന്ന സമയത്ത്, പിന്നീട് അതിന്റെ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യും, ഈ പെഗിങ് ആ പെഗ്ഡ് വാല്യൂനെ ഡീവാലുവേറ്റ് ചെയ്യിക്കും. അങ്ങനെ കറൻസിയുടെ വാല്യൂ നേരത്തെ $1 ഈസ് ഈക്വൽ ടു 10 rupee എന്നുള്ളത് ഡീവാലുവേറ്റ് ചെയ്തതിനു ശേഷം $15 ഈസ് ഈക്വൽ ടു 1 rupee, 15 rupees ഈസ് ഈക്വൽ ടു $1 എന്ന് താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. ദ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് എ കറൻസി റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ ബൈ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ആ ഒരു കറൻസിയെ അവരുടെ ഡിസിഷൻ, സെൻട്രൽ ബാങ്ക് തന്നെ അതിന്റെ വാല്യൂവിന് കറൻസിയെ താഴ്ത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡീവാലുവേഷൻ എന്ന് വിളിക്കുക. ഇന്ത്യക്ക് ഈ കുറെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടുമായിട്ട് പെഗ് ചെയ്ത് വെക്കുകയും പിന്നീട് കുറെ തവണകളിലായിട്ട് ഇങ്ങനെയുള്ള ഡീവാലുവേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കറൻസിയുടെ വാല്യൂ നമ്മൾ തന്നെ കുറയ്ക്കാം. അത് കുറച്ചിട്ടില്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ നമ്മളുമായിട്ട് ട്രേഡ് ചെയ്യാന്നതിന് അവർക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ പറയുന്ന പെഗ്ഡ് വാല്യൂമായിട്ട് അവർ അംഗീകരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെ നമ്മൾ അതിനെ ഡീവാല്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വാല്യൂ കൂട്ടുവാണെങ്കിൽ ഹയർ സ്ലാബിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് കറൻസി ഡ്യൂ ടു ഡിസിഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അതിന് നമ്മൾ റീവാലുവേഷൻ എന്ന് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോ $10 rupees ഈക്വൽ ടു $1 എന്നുള്ളതിന് നമ്മൾ 8 rupees ഈസ് ഈക്വൽ ടു $1 എന്നുള്ള വാല്യൂല് റീവാല്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് റീവാലുവേഷൻ എന്ന് വിളിക്കുക. സോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് ഡീവാലുവേഷനും റീവാലുവേഷനും പോസിബിൾ ആയിട്ടുള്ളത്. ഇത് രണ്ടും നടത്തുന്നത് സെൻട്രൽ ബാങ്കുകളാണ്. സെൻട്രൽ ബാങ്കുകൾ അവരുടെ കറൻസിയുടെ വാല്യൂവിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ റീവാലുവേഷൻ എന്നും കുറയ്ക്കുകയാണെങ്കിൽ അതിനെ ഡീവാലുവേഷൻ എന്നാണ് വിളിക്കുക. ഇത് പെഗ് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ വരുത്തുന്ന മാറ്റമാണ്. ആ പെഗ്ഡ് വാല്യൂലാണ് ഈ വർധനവും അതുപോലെ കുറയ്ക്കലും അവർ ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വർക്ക്സ്. പക്ഷെ ഇന്ന് ലോകരാഷ്ട്രങ്ങളിലൊന്നും ഈ പെഗ്ഡ് ഓർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നിലവിലില്ല. അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഇതൊരിക്കലും ഒരു രാജ്യത്തിന്റെ തന്നെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു പരിധിക്കും പുറത്താണ് ഇന്നത്തെ മാർക്കറ്റ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ഒരു എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഒന്നും സാധ്യമല്ല. ഇപ്പോൾ ഉള്ളതൊരു മിനിമം റിസർവ് സിസ്റ്റം മാത്രമാണ് ലോകരാഷ്ട്രങ്ങളിൽ കീപ്പ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത്രയധികം ഗോൾഡ് ഒക്കെ സംഭരിച്ചു വെക്കുക എന്ന് പറയുന്നതൊന്നും സാധ്യമല്ലാത്ത കാര്യമാണ്. ദെൻ സെക്കൻഡ് ആണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓർ ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നൊക്കെ വിളിക്കും. ഇതാണ് ഇന്ന് ലോകത്തിലെ വലിയ രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രികളിലൊക്കെ നിലവിലുള്ള സിസ്റ്റം. ഈ പ്യൂർ ഫ്ലോട്ടിംഗ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. പൂർണ്ണമായിട്ടും മാർക്കറ്റ് ഫോഴ്സുകൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കും. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത അതേ സംഭവം തന്നെ. മാർക്കറ്റ് അങ്ങോട്ട് നിർണ്ണയിക്കുന്നു. മാർക്കറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരിക്കും കറൻസിയുടെ വാല്യൂവിനെ നിർണ്ണയിക്കുന്നത്. ഫ്ലോട്ടിംഗ് കറൻസീസ് അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ടു എക്കണോമിക് സർക്കംസ്റ്റൻസസ്. ഓരോ എക്കണോമിക്കലി ഉണ്ടാകുന്ന എല്ലാ വേരിയേഷൻസും മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യും. മാർക്കറ്റിന് അതിനനുസരിച്ച് ഡിമാൻഡും സപ്ലൈ ഫാക്ടേഴ്സിൽ മാറ്റം വരുന്നു. കറൻസി ഓഫ് വാല്യൂ അതനുസരിച്ച് മാറി വരുന്നു. $US അതാണ് ഇപ്പൊ ഇന്നത്തെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അത് ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്. മാർക്കറ്റ് ആണ് അതിന്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്. ദെൻ ഇന്ത്യയുടേത് ഈ ഫോളോഡ് പെഗ്ഗിംഗ് റുപ്പി. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. UK പൗണ്ടുമായിട്ടായിരുന്നു 1975 വരെ പെഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം നമ്മൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നത് സെപ്റ്റംബർ 1975 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അതിന്റെ മുമ്പ് കുറെ തവണ ഒന്ന് ഡീവാലുവേറ്റ് ചെയ്യുകയും പിന്നീട് ഇനിയും ഡീവാലുവേഷൻ സാധ്യമല്ലെന്ന് കാണുമ്പോഴാണ് പിന്നീട് നമ്മൾ ഫ്ലെക്സിബിൾ റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നത്. പക്ഷേ ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഇതൊന്നും ഒരു പ്യുവർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ല. ഇത് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു സിസ്റ്റമായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം. അതല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ തന്നെ മറ്റൊരു വേരിയേഷൻ ആയിട്ട് മനസ്സിലാക്കി വെച്ചാലും കുഴപ്പമില്ല. പേര് മാനേജ്ഡ് ഫ്ലോട്ട് എന്നാണ്.
മാനേജ്ഡ് ഫ്ലോട്ട് ആവുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫ്ലോട്ടിംഗ് തന്നെയാണ്, മാർക്കറ്റ് ഫാക്ടേഴ്സ് തന്നെയാണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് തന്നെയാണ് കറൻസിയുടെ വാല്യൂ തീരുമാനിക്കുന്നത്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ റേറ്റിലുണ്ടല്ലോ നമ്മുടെ നിർണ്ണയിക്കുന്ന മാർക്കറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഇൻഡയറക്ട്ലി സെൻട്രൽ ബാങ്കുകൾ ഇടപെടുന്ന രീതിയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒരു സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യും, ആ കറൻസിയുടെ അവൈലബിലിറ്റി ഉണ്ടല്ലോ മാർക്കറ്റിൽ വരുന്നത്, അതിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ അവരുടെ കൈവശമുള്ള ചില ടൂളുകൾ ഉണ്ട്. ആ ടൂളുകൾ നമ്മൾ വിളിക്കുന്ന പേര് മോണിറ്ററി പോളിസി എന്നാണ്. മോണിറ്ററി പോളിസികളിലൂടെ അവരുടെ കൈവശമുള്ള CRR, SLR, റിവേഴ്സ് റിപ്പോ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ടൂളുകളുണ്ട്. ഈ ടൂളുകൾ അവർക്ക് ഉപയോഗിക്കാം. ഈവൻ അവർക്ക് ഡയറക്ട്ലി മാർക്കറ്റിൽ തന്നെ ഗവൺമെന്റ് ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരെയുണ്ട്. അങ്ങനെയുള്ള അതിലൂടെ എല്ലാം മാർക്കറ്റിൽ ഇടപെടുകയും എന്നിട്ട് മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഇൻഡയറക്ട്ലി ഇടപെടാണ് ചെയ്യുന്നത്. ഒരിക്കലും അവർ എക്സ്ചേഞ്ച് റേറ്റിനെ ഗവൺമെന്റ് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സോഫ്റ്റ് കറൻസികളിലാണ് സാധാരണഗതിയിൽ അവിടെയുള്ള സെൻട്രൽ ബാങ്ക് വഴി ഇടപെടാറുള്ളത്. So it is a system where exchange rate fluctuates, but central banks attempts to fluctuate the exchange rates through their monetary policies and buying and selling of currencies. Example, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇവിടെയുള്ളത് പൂർണ്ണമായിട്ടും മാർക്കറ്റിന് വിട്ടുകൊടുത്തിട്ടില്ല. മാർക്കറ്റിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇൻഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യും, കറൻസിയുടെ സപ്ലൈ കുറയ്ക്കാനും കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ മോണിറ്ററി ടൂളുകൾ ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് CRR, SLR ഒക്കെ. ബാങ്കുകളുടെ കൈവശം കീപ്പ് ചെയ്യേണ്ട റിസർവിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന റുപ്പിയുടെ സപ്ലൈ കുറയും. അതുവഴി റുപ്പിയുടെ സപ്ലൈ കുറക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നേരെ തിരിച്ചു സംഭവിക്കാം. CRR, SLR പോലെ ഇത് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കാശ് സപ്ലൈ ഓഫ് കറൻസി മാർക്കറ്റിലേക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ്, മോണിറ്ററി പോളിസികൾ വരുത്തുന്ന ചേഞ്ചസ് ഡയറക്ട്ലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറൻസിയിലെ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻസ് വരുത്തുന്നതാണ്. ഇതിന് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മാനേജ്ഡ് ഫ്ലോട്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒരു എക്സാക്ട് ആൻസർ മാനേജ്ഡ് ഫ്ലോട്ട് സിസ്റ്റം ആണ്. ഇനി മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്നില്ലെങ്കിൽ നമുക്ക് ഏതും പറയാം, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നും പറയാവുന്നതാണ്. ഇങ്ങനെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ചും അതുപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് ആവുന്ന സമയത്ത് റുപ്പിക്ക് ഡീവാലുവേഷനും റീവാലുവേഷനും എല്ലാം ഉണ്ടാവും. കാരണം മാർക്കറ്റ് തന്നെയാണല്ലോ അതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത്. അതിൽ ഇടപെടാൻ മാർക്കറ്റ് ഫാക്ടേഴ്സ് മാത്രമാണ് ഈ വാല്യൂവേഷന്റെ വേരിയേഷൻസ് വരുത്തുന്നതെങ്കിൽ അത് നമ്മൾ പറയാം അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ എന്നാണ്. When the value increases due to market factors എന്നതിന്റെ കാരണവശാൽ കറൻസിയുടെ വാല്യൂ വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കറൻസിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുകയും കറൻസിയുടെ വാല്യൂ വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതിനെ ഒരു ഗവൺമെന്റ് തന്നെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിനെ റീവാലുവേഷൻ എന്ന് വിളിച്ച പോലെ മാർക്കറ്റ് ഫാക്ടേഴ്സ് ആണ് വാല്യൂ വർദ്ധിക്കാൻ കാരണമാകുന്നെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്ന് വിളിക്കും. അതുപോലെ മാർക്കറ്റ് ഫാക്ടേഴ്സ് നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂവിനെ താഴ്ത്തുവാണെങ്കിൽ സപ്ലൈ വർദ്ധിപ്പിക്കുകയും വാല്യൂ കുറയുകയാണ് ചെയ്യുന്നെങ്കിൽ അതിനെ ഡിപ്രീസിയേഷൻ എന്നാണ് വിളിക്കുക. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ, കറൻസിയുടെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. ഇത് രണ്ടും മാർക്കറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഈ മാർക്കറ്റിൽ തന്നെ മാനേജ്ഡ് ഫ്ലോട്ട് ആവുന്ന സമയത്ത് അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും വേണ്ട ചില കാര്യങ്ങൾ ആര് ചെയ്യും, സെൻട്രൽ ബാങ്കുകൾ ചെയ്ത് കൊടുക്കുമെന്ന് മാത്രം. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും കാണുന്നത്. അത് മാനേജ്ഡ് ഫ്ലോട്ടിലും കാണും. മാനേജ്ഡ് ഫ്ലോട്ടിൽ പക്ഷേ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും പ്യുവർ മാർക്കറ്റ് ഫാക്ടേഴ്സ് അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ സെൻട്രൽ ബാങ്കുകളുടെ ഇടപെടലും കൂടെ ഉണ്ടാവും എന്നുകൂടെ മനസ്സിലാക്കാം. Then pegged float exchange rate system. മറ്റൊരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് പെഗ്ഡ് ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇത് ഇന്ന് നിലവിൽ ഇല്ലാത്തവയ്ക്കാണ്. ചില രാജ്യങ്ങളിലൊക്കെ അപൂർവം ചില രാജ്യങ്ങളിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് രണ്ടിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ ആണ്. ഫിക്സഡിന്റെയും അതുപോലെ ഫ്ലോട്ടിങ്ങിന്റെയും ഹൈബ്രിഡ് സ്ട്രക്ചർ ആണ്. കൺട്രോൾഡ് ഫ്ലോട്ടിംഗ് ആണ് ഇവിടെ. ഫ്ലോട്ടിംഗ് പൂർണ്ണമായിട്ടും മാർക്കറ്റിന് വിട്ടുകൊടുക്കാതെ അതിന്റെ ഒരു ഈ സ്പെക്കുലേഷനും ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ കറൻസിയിൽ വാല്യൂള്ള ഫ്ലക്ച്വേഷൻസ് വരുത്തും. പക്ഷെ ആ ഫ്ലക്ച്വേഷൻസ് പൂർണ്ണമായിട്ടും എന്തെങ്കിലും അത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടില്ല, പകരം അതിനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോവാണ്. അതിൽ തന്നെ രണ്ടെണ്ണം നമുക്ക് പറയാനുള്ളത്. ഒന്ന് ക്രോളിംഗ് ബാൻസ്.
ഇവിടെ ഒരു ബാൻഡ് ഫിക്സ് ചെയ്യും. നമ്മളുടെ എത്രത്തോളം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറൻസിയുടെ വാല്യൂ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊരു ബാൻഡ് വെക്കും. അതൊരു അപ്പർ ബാൻഡ് ഉണ്ടാവും, ലോവർ ബാൻഡ് ഉണ്ട്. ഇപ്പൊ +or-1% എന്നുള്ളത് ബ്രെട്ടൺ വുഡ്സിൽ കൊണ്ടുവന്ന ബാൻഡ്. ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം നമുക്ക് പറയേണ്ടത് ഇനി താഴെ. അത് പ്രകാരം 1% വരെ കൂട്ടാനും 1% വരെ വാല്യൂനെ കുറക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിലുള്ള വാല്യൂ ആണ് ഫിക്സ് ചെയ്യുക. അപ്പോഴാണ് അതിന് ക്രോളിംഗ് ബാൻഡുകൾ, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ബാൻഡിന്റെ അകത്താണ് ചേഞ്ചസ് വരുത്തുന്നത്. The market value of currency is allowed to fluctuate within the range of specified by a band of fluctuations. And this band is determined by central bank or international agreement. International agreement എന്ന് വെച്ചാൽ ബ്രെട്ടൺ വുഡ് അഗ്രിമെന്റിലൂടെ ഓരോ രാജ്യങ്ങൾക്കും ഒരു ബാൻഡുകൾ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അഗ്രിമെന്റുകളിലൂടെയാണ് ഫിക്സ് ചെയ്യുക. ഇനി രണ്ടാമത്തത് ക്രോളിംഗ് പെഗ് ആണ്. ക്രോളിംഗ് പെഗ് ആവുന്ന സമയത്ത് ബാൻഡുകളില്ല, പക്ഷെ ചെറിയതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പീരിയോഡിക്കലി ഉണ്ടാകുന്ന ഡെയിലി ബേസിസിൽ എന്തില്ല, കറൻസിയുടെ ഫ്ലക്ച്വേഷൻ ഇല്ല. പകരം പീരിയോഡിക്കലി സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയും എന്നിട്ട് അതിന്റെ വാല്യൂ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സോ മാർക്കറ്റ് ട്രെൻഡുകൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും ആ ചേഞ്ചസ് എന്തില്ല, ഡേ ബൈ ഡേയോ സെക്കൻഡ് ബൈ സെക്കൻഡോ നടക്കില്ല. പകരം ഒരു പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. എന്നിട്ട് ആ എക്സ്ചേഞ്ച് റേറ്റിൽ ആവശ്യമായിട്ടുള്ള മാറ്റം ഈ ഒരു പീരിയോഡിക് റിവ്യൂയുടെ ഭാഗമായിട്ട് അവർ നടത്തി കൊടുക്കും. അതൊരു ചെറിയ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെറിയ റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഗ്രാജുവൽ ഡിപ്രീസിയേഷനോ ഗ്രാജുവൽ അപ്രീസിയേഷനോ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുണ്ടാകുന്ന മൂവ്മെന്റുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പകരം ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക ക്രോളിംഗ് പെഗ്. ഇവിടെ ബാൻഡുകളൊന്നും വെച്ചിട്ടില്ല. മൂവ്മെന്റ് ഗ്രാജുവലി നമ്മൾ കുറെ കാലങ്ങൾ കൊണ്ട് എത്രയും വേണമെങ്കിൽ കൂട്ടാം, എത്രയും വേണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ക്രോളിംഗ് ബാൻഡുകളാണ് സമയത്ത് ആ കൂടുന്നതിനും കുറക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ബാൻഡുകളുണ്ട്. അതിന്റെ അകത്ത് മാത്രമേ വേരിയേഷൻസ് പാടുള്ളൂ. അതാണ് അത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഇനി ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ് എന്നുള്ള മറ്റൊരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. ഇത് ആക്ച്വലി ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിട്ട് പലരും പറയാറില്ല. എന്നാൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ കൺട്രിക്ക് മാത്രമായിട്ടല്ലാതെ ഒന്നിലധികം രാജ്യങ്ങൾ പരസ്പര അഗ്രിമെന്റുകളിലൂടെ ഒരു സോൺ ആയിട്ട് എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുക. അതിൽ ഓരോ രാജ്യത്തിനും അവരുടെ സ്വന്തം കറൻസികൾക്കുടെ വാല്യൂ ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്കൊരു കോമൺ കറൻസി വരികയും ആ കോമൺ കറൻസിക്ക് ഒരു കോമൺ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും നിർമ്മിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുക. ഉദാഹരണമായിട്ട് യൂറോ കറൻസി, യൂറോപ്യൻ യൂണിയന്റെ അകത്ത് നിലവിലുള്ള UK ഒഴികെയുള്ള രാജ്യങ്ങളിലൊക്കെ യൂറോ കറൻസി കാണാൻ പറ്റും. അതുപോലെ ഈസ്റ്റേൺ കരീബിയൻ കറൻസി യൂണിയൻ, വെസ്റ്റേൺ ആഫ്രിക്കൻ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ, സെൻട്രൽ ആഫ്രിക്കൻ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ മുതലായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ് ഉണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും പോലും പൊതുവായിട്ട് അവർക്കിടയിൽ എന്തുണ്ടാവും, ഒരു കറൻസി ഉണ്ടാവും. യൂറോ കറൻസി എന്നുള്ള കറൻസി പോലെയുള്ള കറൻസി വരും. അതിന് ഒരു കോമൺ ബാക്കിയുള്ള മറ്റുള്ള കറൻസികളുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അതെന്തായിരിക്കും, അത് ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് പോലെ മാർക്കറ്റിൽ അത് നിർണ്ണയിക്കുന്നുണ്ടാവും. പക്ഷെ ഇൻ ബിറ്റ്വീൻ അവർക്കിടയിലുള്ള ടാർഗറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. എത്ര രൂപ വെച്ചിട്ടാണ് അവരുടെ ഇൻഡിവിജ്വൽ കറൻസി കൺവേർഷൻ നടത്താൻ പറ്റുക എന്നുള്ള ഒരു ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റിലൂടെ തീരുമാനിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് സിസ്റ്റത്തെയാണ് നമ്മൾ ടാർഗറ്റ് സോൺ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം വരുന്നതല്ല, അത് മറ്റുള്ളതാണ്. മറ്റു മൂന്നുമാണ് പ്രധാനമായിട്ടും കറൻസി എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം കൂടെ ഒന്ന് നോക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രിവെയിൽ ചെയ്യുന്നത് ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമോ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ഒക്കെ ആണെങ്കിലും അതെങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ഹിസ്റ്ററി കടന്നു പോന്നിട്ടുള്ളതെന്ന് അറിയാം. ആദ്യം വരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. 1880 മുതൽ 1914 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. പിന്നീട് അതൊന്നുകൂടെ അതിന്റെ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് പിന്നെയും ഫെയിൽ ആവുകയാണ്. പിന്നീട് ബ്രെട്ടൺ വുഡ് സിസ്റ്റം വരുന്നുണ്ട്, 1944 വരുന്നുണ്ട്. ദെൻ സ്മിത്സോണിയൻ അഗ്രിമെന്റ് വരുന്നുണ്ട്, അത് ക്രോളിംഗ് പെഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റമാണ് 1971. ദെൻ ജമൈക്ക അക്കോർഡ് വരുന്നുണ്ട് 1976. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളതെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഓരോ സമയത്ത് മനസ്സിലാവും. ആദ്യത്തെ സിസ്റ്റം നോക്കാം നമുക്ക്. ഗോൾഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം 1880 മുതൽ 1940 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. കറൻസികളുടെ വാല്യൂ അതാത് രാഷ്ട്രങ്ങൾ ഗോൾഡുമായിട്ട് പെഗ് ചെയ്ത് വെക്കും. എത്രയാണ് കൃത്യമായിട്ട് അതിന്റെ ബാലൻസ് ചെയ്യും, തുലനം ചെയ്ത് വെക്കും.
ആൻഡ് ഫ്രീലി കൺവേർട്ടബിൾ ടു ബോണ്ട്. അവർ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ആ വാല്യൂ വെച്ചിട്ട് ഗോൾഡിലേക്ക് മാറ്റാനും കറൻസി ഗോൾഡിലേക്ക് തിരിച്ചിങ്ങോട്ട് മാറ്റാനും സാധിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഓരോ രാജ്യങ്ങളും അടുത്ത ഗവൺമെന്റുകളാണ് തീരുമാനിക്കുക. ആൻഡ് ഓൾ ദ ഓൾഡസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. അപ്പൊ എന്തെന്ന് വെച്ചാല് ആളുകൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഗോൾഡ് എന്ത് ചെയ്യും, കറൻസിയിലേക്ക് മാറ്റാം, കറൻസി ഗോൾഡിലേക്ക് മാറ്റാം. അപ്പൊ അത്രയധികം ഗോൾഡ് റിസർവുകൾ രാജ്യങ്ങളെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്രയും ഗോൾഡ് കൊണ്ടുവരാനും ഗോൾഡ് അതിന്റെ ഈ കാലഘട്ടത്തിൽ, ഇതിന്റെ മുമ്പത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേക അന്നത്തെ എക്സ്ചേഞ്ചിന്റെ വസ്തുവായിട്ട് തന്നെ നമ്മുടെ കറൻസി ആയിട്ട് തന്നെ ഗോൾഡും സിൽവറും ഉള്ള ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കറൻസിയുടെ അകത്ത് തന്നെ ഈ അതിന്റെ മൂല്യം അടങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോ അന്ന് അത് എത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കാലം, അതിന്റെ മുന്നേക്ക് വരുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ അതവളാണ് ഗോൾഡും സിൽവറും തന്നെയാണ് കറൻസി ആയിട്ട് വരുന്നത്. അതിൽ നിന്നും ഇങ്ങനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. പക്ഷെ ഇന്നും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള കറൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗോൾഡ് റിസർവ് സെൻട്രൽ ബാങ്കുകൾ കീപ്പ് ചെയ്യുന്നുണ്ടുള്ള ഒരു തെറ്റായ ധാരണ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോ ഇല്ല. അന്ന് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ആ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, എക്സ്ചേഞ്ച് നമ്മുടെ മാർക്കറ്റിൽ മണി ഇൻ സർക്കുലേഷൻ എത്രയുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോൾഡ് അവിടെ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. ഇത് പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് പരാജയപ്പെട്ടു. അങ്ങനെയാണ് 1914 ഇത് ഈ ഒരു സിസ്റ്റം എൻഡ് ചെയ്യുന്നത്. കാരണം യുദ്ധങ്ങള് കൊണ്ട് രാജ്യത്ത് ഈ റിസർവുകളൊക്കെ എടുത്തതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് യുദ്ധത്തിന് ശേഷം പിന്നെയും കൊണ്ടുവന്നെങ്കിലും ഗ്രേറ്റ് ഡിപ്രഷന്റെ പീരീഡിൽ പിന്നെയും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് 1933. അങ്ങനെയാണ് ഈ ഗോൾഡ് സിസ്റ്റം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നത്. ഇപ്പോഴൊക്കെയുള്ള നമ്മുടെ ലോകത്ത്, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പൊ കാണുന്ന സിസ്റ്റം മിനിമം റിസർവ് സിസ്റ്റം ആണ്. മിനിമം റിസർവ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന്റെ കൈവശം 200 കോടി രൂപ ഉണ്ടായാൽ മതി. 200 കോടി രൂപയിൽ ഉള്ള റിസർവ് ഉണ്ടായാൽ മതി. അത് ഗോൾഡ് ആയിട്ടോ ഡോളർ ആയിട്ടോ SDR ആയിട്ടോ 200 കോടി ഉണ്ടെങ്കിൽ പിന്നെ കറൻസി എത്രയും അവർക്ക് പ്രിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പ്രിന്റ് ചെയ്യാൻ. അതാണ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് വിളിക്കുന്ന സിസ്റ്റമാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഗോൾഡ് സ്റ്റാൻഡേർഡ് ആവുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഗോൾഡ് അവിടെ നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള കറൻസി ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതാണ് ഈ അന്നത്തെ സിസ്റ്റവും ഇന്നത്തെ സിസ്റ്റവും തമ്മിലുള്ള മാറ്റം. പക്ഷെ ഈ ഗോൾഡിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു വന്നതോടുകൂടിയിട്ട് അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുകയും അങ്ങനെ ഈ സിസ്റ്റം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡിന് ശേഷം പിന്നീട് കുറച്ചു കാലഘട്ടം ഒരു ഹിസ്റ്ററിയിൽ തന്നെ കുറച്ച് കലുഷിതമായ കാലഘട്ടമാണല്ലോ. ഒന്നാം ലോക മഹായുദ്ധം, ഗ്രേറ്റ് ഡിപ്രഷനും പിന്നീട് സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ വരികയാണ്. അവിടെ കാര്യമായിട്ട് ഇന്റർനാഷണൽ ട്രേഡുകളൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് അതിന് ശേഷം 1944 നമ്മൾ ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷനും അതുപോലെ IMFും വേൾഡ് ബാങ്കും ഒക്കെ നമ്മൾ വരുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ട്രേഡിന് ആസ്പദമായിട്ട് ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വേണമെന്ന് വാദിക്കുകയും അങ്ങനെയാണ് കെയ്ൻസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ബ്രെട്ടൺ വുഡ് സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതൊരു പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. കറൻസിയുടെ വാല്യൂ പെഗ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പെഗ് ചെയ്യുന്നത് അതാത് രാജ്യങ്ങളും ഡോളറുമായിട്ടാണ് പെഗ് ചെയ്യുന്നത്. രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഹാർഡ് കറൻസി ആയിട്ട് ഡോളറിനെ തിരഞ്ഞെടുക്കുന്നു. US ഡോളറുമായിട്ട് ഓരോ രാജ്യത്തിന്റെയും കറൻസികൾ പെഗ് ചെയ്ത് വെക്കാം. പെഗ് ചെയ്യുന്ന വെച്ചാൽ അവർ അംഗീകരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഇപ്പോ നമ്മുടെ ബ്രെട്ടൺ വുഡ് സിസ്റ്റം അംഗീകരിക്കുന്ന ഒരു വാല്യൂയിൽ നമ്മൾ ആ ഡോളറുമായിട്ട് പെഗ് ചെയ്യാം. ശേഷം ആ പെഗ്ഡ് വാല്യൂല് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഫ്ലക്ച്വേഷൻ എന്ന് വെച്ചാൽ +1 to -1% വരെയുള്ള വാല്യൂലാണ്. അവർക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാനോ കുറക്കാനോ പറ്റും. പക്ഷെ ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ദിസ് +1 and -1. അതായത് ആ ബാൻഡിന്റെ അകത്ത് മാത്രമേ പറ്റുള്ളൂ. ക്രോളിംഗ് ആണ്. അപ്പോൾ ആ ക്രോളിംഗ് വിത്തിൻ ദാറ്റ് ബാൻഡ്, ആ ബാൻഡുകൾക്കകത്ത് ക്രോൾ ചെയ്യാം. കൂടാതെ പിന്നെ ഈ ഡോളറുമായിട്ട് പെഗ് ചെയ്യപ്പെട്ട കറൻസിയിലേക്ക് പിന്നെ എന്ത് ചെയ്യണം, ആ ഡോളറ് ഗോൾഡുമായിട്ടും പെഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡിന് 1 ounce ഓഫ് ഗോൾഡ് ഈസ് ഈക്വൽ ടു $35 ആണ് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഒരു രാജ്യത്തിനും എന്ത് ചെയ്യും, ഇന്റർനാഷണൽ ട്രേഡിന് ആവശ്യമായിട്ടുള്ള ഗോൾഡ് ഡോളർ എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതുപോലെ ഗോൾഡിന്റെ റിസർവ് US അകത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഗോൾഡ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ US എന്ത് ചെയ്യാം, നമുക്ക് ഡോളർ സപ്ലൈ തരുന്ന ഒരു മെക്കാനിസം ആണ്. US to maintain price of gold at $35 per ounce ആണ്. ആൻഡ്
ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗോൾഡിലേക്ക് രാജ്യങ്ങൾക്ക് ഗോൾഡിൽ നിന്ന് ഡോളറിലേക്കും ഡോളറിൽ നിന്ന് ഗോൾഡിലേക്കും കൺവേർഷൻ നടത്താൻ പറ്റുകയും ചെയ്യും. സോ US കറൻസി ഇന്റർനാഷണൽ ട്രേഡിന് എല്ലാവർക്കും ഉപയോഗിക്കാം. എന്നിട്ട് ആ കറൻസി നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അമേരിക്കയിൽ കൊണ്ടു ചെല്ലുകയാണെങ്കിൽ അവർക്ക് $35 കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഗോൾഡ് നമുക്ക് ഒരു ഔൺസ് ഗോൾഡ് തരും. നമ്മളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇന്റർനാഷണൽ കറൻസി ആയിട്ട് ഡോളർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡോളർ കൂടുതൽ സംഭരിക്കുന്ന രാഷ്ട്രങ്ങൾ അതെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യുകയും ഡോളർ സപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഗോൾഡ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അമേരിക്കയുടെ റിസർവ് ആയിട്ടുള്ള ഗോൾഡ് കൂടുതൽ ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ വരികയും പിന്നീട് അത് BOP സർപ്ലസിന് കാരണമായിട്ട് തീരുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു അമേരിക്കയിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്ന സമയത്ത് റിച്ചർഡ് നിക്സൺ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചർഡ് നിക്സൺ August 15, 1971 ഈ ഗോൾഡിന്റെ കൺവേർട്ടബിലിറ്റി പൂർണ്ണമായിട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അതായത് ഡോളറുകൾ കൈവശമുള്ളവർക്ക് ആ ഡോളർ ഉപയോഗിക്കാം എന്നല്ലാതെ അത് പിന്നീട് കൺവേർട്ട് ചെയ്തിട്ട് ഗോൾഡ് ആയിട്ട് മാറ്റി കൊടുക്കുന്ന ഗോൾഡ് കൺവേർട്ടബിലിറ്റി അമേരിക്ക സ്റ്റോപ്പ് ചെയ്തു, പൂർണ്ണമായിട്ട് നിർത്തലാക്കി. അതിനെയാണ് നമ്മൾ നിക്സൺ ഷോക്ക് എന്ന് വിളിക്കുന്നത്. ഈ നിക്സൺ ഷോക്കിലൂടെ ഗോൾഡ് കൺവേർട്ടബിലിറ്റി അങ്ങോട്ട് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കൈവശം ഡോളർ മാത്രം അവശേഷിക്കുന്നു. പിന്നീട് അവർ ഡോളർ ഉപയോഗപ്പെടുത്തി അത് ഇന്റർനാഷണൽ കറൻസി ആയിട്ട് വരുന്നതും ഈ ഒരു നിക്സൺ ഷോക്കിന്റെ ഭാഗമായിട്ടാണ്. നിക്സൺ ഷോക്കിന് ശേഷമാണ് ഇന്റർനാഷണൽ കറൻസി ആയിട്ട് നമ്മളെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഡോളർ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. കറൻസിയുടെ ഗോൾഡിലേക്കുള്ള കൺവേർട്ടബിലിറ്റി അമേരിക്ക പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബ്രിട്ടൻ വുഡ് ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയറിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തില് നിക്സൺ ഗോൾഡ് കൺവേർട്ടബിലിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നീട് കറൻസിയുടെ കൺവേർട്ടബിലിറ്റി നിൽക്കുന്നു, ഗോൾഡിലേക്കുള്ള കൺവേർട്ടബിലിറ്റി അസാധ്യമായി തീരുന്നു. അപ്പോ കൂടുതലായിട്ടുള്ള സ്പെക്കുലേഷൻസും ഇന്റർനാഷണൽ ബിസിനസിന്റെ ട്രേഡ് ഡിസ്റ്റോർഷൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ പുതിയൊരു അഗ്രിമെന്റ്, സ്മിത്സോണിയൻ അഗ്രിമെന്റ് വരികയാണ് 1971. അവിടെ നമ്മുടെ നേരത്തെ കണ്ട ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വാല്യൂവിൽ വരുത്താവുന്ന മാറ്റം രാജ്യങ്ങൾക്ക് +-1% ആയിരുന്നെങ്കിൽ അതൊന്നുകൂടെ വർദ്ധിപ്പിച്ചിട്ട് 2.25% വരെ വാല്യൂവിൽ ഫ്ലക്ച്വേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള അധികാരം ലോകരാജ്യങ്ങൾക്ക് ഈ സ്മിത്സോണിയൻ അഗ്രിമെന്റ്, അത് ബ്രിട്ടൻ വുഡ് എറയ്ക്ക് ശേഷം സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടുള്ള വാഷിംഗ്ടൺ DC ലോകരാഷ്ട്രങ്ങളെ കൂടിച്ചേർന്നിട്ട് എടുത്തൊരു തീരുമാനത്തിന്റെ ഫലമായിട്ടായിരുന്നു ഇങ്ങനെ ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിന്റെ ഫെയിലിയർ വന്നതുകൊണ്ട് അതിന് പകരമായിട്ട് കൂടുതൽ വാല്യൂക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് രാജ്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവർ അഗ്രി ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം ആയിരുന്നു. അങ്ങനെയാണ് +-2.25% വരെ ചേഞ്ച് ചെയ്യാൻ ഓരോ രാജ്യങ്ങൾക്കുമുള്ള അവസരം ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് കറൻസിയുടെ വാല്യൂസ് വളരെയധികം ഇതിന് ബാൻഡുകൾക്കിടയിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനൊക്കെ പെട്ടെന്ന് കാരണമായിട്ട് തീരുന്ന ഹ്യൂജ് സ്പെക്കുലേഷൻസ് കറൻസിയിൽ വരികയും കറൻസിയുടെ വാല്യൂസ് കൂടുതലായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഈ ഫ്ലക്ച്വേഷൻസ് അമിതമായി വരികയും പിന്നീട് സ്മിത്സോണിയൻ അഗ്രിമെന്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും നിലനിൽക്കാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും അങ്ങനെ പിന്നീട് മാർക്കറ്റ് തന്നെ ഫ്രീ ഫ്ലോട്ടിങ്ങിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് ജമൈക്ക അക്കോർഡിലൂടെയാണ്. ജമൈക്ക അക്കോർഡ് 1976 ആകുമ്പോൾ IMF തന്നെ പിന്നീട് വന്നിട്ട് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ വളരെയധികം എക്സ്റ്റൻസീവായിട്ട് നടക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു പുതിയ അഗ്രിമെന്റുകളിലൂടെ വരികയും എന്നിട്ട് ആ അഗ്രിമെന്റ് പ്രകാരം ഇനി കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒരിക്കലും നമ്മൾ തീരുമാനിക്കുന്നില്ല, IMF തീരുമാനിക്കുന്നില്ല. അതുപോലെ അത് ക്രോൾ ചെയ്തിട്ട് വാല്യൂസിലേക്ക് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പകരം അതിന് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റിന് അങ്ങോട്ട് വിട്ടുകൊടുക്കാം. എന്നിട്ട് മാർക്കറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും തീരുമാനിക്കട്ടെ ഓരോ രാജ്യങ്ങളുടെയും കറൻസിക്ക് എന്ത് വാല്യൂ വേണം എന്നുള്ളത്. ഓരോ രാജ്യവും വേണമെങ്കിൽ അവർക്ക് ഇനി ഇതല്ല, അവർക്കൊരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. അതല്ല പൂർണ്ണമായിട്ടും ഫ്രീ ഫ്ലോട്ടിംഗ് ആണ്, മാർക്കറ്റിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും തീരുമാനിക്കാം എന്നുള്ളൊരു പുതിയൊരു തീരുമാനം കൊണ്ടുവരുന്നു. അതിനുശേഷം ആർക്കാണോ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ബിസിനസിന് ആവശ്യമായിട്ടുള്ള കറൻസിക്ക് കുറവ് വരുന്ന ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉള്ളത് അവർക്ക് ലിക്വിഡിറ്റി പ്രോബ്ലം എൻഷർ ചെയ്യാനും വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പേപ്പർ കറൻസി പേപ്പർ ഗോൾഡ് എന്ന് വിളിക്കുന്ന
SDR സ്പെഷ്യൽ ഡ്രോവിംഗ് റൈറ്റ്സുകൾ IMF കൊണ്ടുവരികയും ചെയ്യുന്നത്. IMF അതിന് മുന്നേ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ ജമൈക്ക അക്കോർഡിന്റെ ശേഷമാണ് അതൊരു ഇന്റർനാഷണൽ ലിക്വിഡിറ്റി എൻഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറി വരുന്നത്. അങ്ങനെ SDRകൾ കൊണ്ടുവരികയും SDR വഴി ലോകരാഷ്ട്രങ്ങൾക്ക് അതൊരു റിസർവ് കറൻസി ആയിട്ട് ഉപയോഗിക്കാനും ലിക്വിഡിറ്റി ഇല്ലാത്ത സമയത്ത് ഡോളർ പോലെയുള്ള ഇന്റർനാഷണൽ കറൻസിന്റെ ലിക്വിഡിറ്റി ഇല്ലാത്ത സമയത്ത് അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഈ കറൻസി ലിക്വിഡിറ്റി എൻഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ജമൈക്ക അക്കോർഡിലൂടെ. അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളും അതുവഴി ഡെവലപ്ഡ് കൺട്രികളൊക്കെ ഈ ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുകയും ചില കറൻസികൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ഉപയോഗപ്പെടുത്തുകയും മറ്റു ചില രാജ്യങ്ങളിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ജമൈക്ക അക്കോർഡ് പ്രകാരമാണ് ഇന്ന് നിലവിലുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം അവർ തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ IMFന്റെ റോള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ കറൻസിയുടെ അവൈലബിലിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ IMF SDR വഴി ചെയ്യുന്നത് എന്ന് കൂടെ മനസ്സിലാക്കണം. എങ്കിൽ ഈ ഒരു സൈക്കിൾ പൂർണ്ണമാവുകയുള്ളൂ. അത് നമുക്ക് IMFനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോ നമ്മൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റങ്ങൾ വന്നൊരു രീതി മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു ഇന്റർനാഷണൽ ബിസിനസിന്റെ എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ശേഷം നമുക്ക് IMF കൂടി ഡിസ്കസ് ചെയ്യുകയും IMFന്റെ SDR മെക്കാനിസം വഴി ഈ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി എൻഷർ ചെയ്യുന്ന മെക്കാനിസം കൂടെ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി IMFുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. താങ്ക് യു.